മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി 11-ന് സംസ്ഥാനത്തെ 590 കിലോമീറ്റർ തീരദേശത്ത് ഏകദിന ജനകീയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ സംഘടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ 12,000 സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഏപ്രിൽ 11-ന് സംസ്ഥാനത്തെ 590 കിലോമീറ്റർ തീരപ്രദേശത്ത് ഏകദിന ജനകീയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വ സാഗരം സുന്ദരതീരം എന്നൊരു പദ്ധതി ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുകയാണ്. നമ്മുടെ കടലും കടലോരവും കായലും തടാകങ്ങളും പുഴകളും നദികളുമെല്ലാം അജൈവ മാലിന്യങ്ങൾ കൊണ്ട് ഇന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം മണ്ണിലും ജലാശയങ്ങൾ മാത്രമല്ല പുകരൂപത്തിൽ വായുവിലും മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ മനുഷ്യൻ്റെതുൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും ശരീരത്തിനുള്ളിൽ പോലും എത്തിച്ചേരുന്നു എന്ന പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഉള്ളിലെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകും. മത്സ്യം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും അധികമായി ഭീഷണിയാകുന്നത് മനുഷ്യന് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കരയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ് നദീമുഖങ്ങളിലൂടെയും തീരക്കടലിൻ്റെ ഉള്ളിലും എത്തപ്പെടുന്നത്. അതാണ് മലിനീകരണത്തിൻ്റെ മുഖ്യ കാരണം. ജലമലിനീകരണം ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കുന്നത് തീരക്കടലിലും തീരദേശ മേഖലയിലുമാണ്. കേരളത്തിൻ്റെ തീരക്കടലിൽ ഉണ്ടായിട്ടുള്ള മത്സ്യസമ്പത്തിൻ്റെ കുറവ് നാം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയായിട്ട് നാം കാണണം. മാത്രമല്ല, കടലുമായി ബന്ധപ്പെട്ട് പണിയെടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും വരുമാനത്തെയും തൊഴിൽ സുരക്ഷിതത്വത്തെയും ഈ അവസ്ഥ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കാണുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. രണ്ടാം ഘട്ട പരിപാടി എന്ന നിലയിൽ ഈ ഏപ്രിൽ 11 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഫിഷറീസ് മന്ത്രി അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ വെച്ച് രണ്ടാം ഘട്ട ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് 11 മണി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ക്ലീനിങ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തീരദേശ ജില്ലയ്ക്കും 9 ജില്ലകൾ, അതിൽ ഏറ്റവും മികച്ച തീരദേശ ജില്ലയ്ക്കും ഓരോ ജില്ലയിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാമധേയത്തിൽ ഏർപ്പെട്ടുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നമ്മൾ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 11 മണി വരെ സംഘടിപ്പിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ 12,000 സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പങ്കാളികളാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 11-ന് രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. തീരദേശത്തെ 47 നിയോജക മണ്ഡലങ്ങളിലും ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിനായി തീരപ്രദേശത്തെ ജനസാന്ദ്രത കൂടിയ 482 ആക്ഷൻ കേന്ദ്രങ്ങൾ കണ്ടെത്തി ഗൂഗിൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ആക്ഷൻ കേന്ദ്രങ്ങളിലും 25 സന്നദ്ധ പ്രവർത്തകരെ വീതം കണ്ടെത്തി പരിശീലനം നൽകി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തീരദേശത്ത് നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവയ്ക്ക് കൈമാറി പുനരുപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി 590 കിലോമീറ്റർ തീരദേശത്ത് 1200ഓളം ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കും.
100 ബോട്ടിൽ ബൂത്തുകൾ തീരദേശത്തെ 9 ജില്ലകളിൽ ജനസാന്ദ്രത കൂടിയ തീരപ്രദേശങ്ങളിൽ സ്ഥാപിക്കും. പരിപാടിയുടെ ഭാഗമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തീരദേശ ജില്ലയ്ക്ക് ഓരോ ജില്ലയിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും മുഖ്യമന്ത്രിയുടെ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി 3 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ MLA മാരായ PP ചിത്തരഞ്ജൻ, H. സലാം എന്നിവരും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.